വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവ്വധീരനായ ഉസ്താദുമാരെ, മറ്റു എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലം ഏറെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലത്തിനൊത്ത് നാം മനുഷ്യരും സഞ്ചരിക്കുന്നു. എല്ലാ മേഖലകളിലും വളരെയേറെ പരിണാമം സംഭവിച്ചു. എല്ലാ കാര്യങ്ങൾക്കും സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദഅവത്തിന്റെ പുതിയ തലങ്ങൾ എന്ന വളരെയേറെ പ്രസക്തിയേറിയ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. കാലത്തിനൊത്ത് പരിണാമം സംഭവിക്കുന്ന സമുദായത്തിലേക്ക് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം എത്തിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഒരു സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്കിടയിലുള്ള സ്ഥിതിഗതികൾ മനസ്സിലാക്കി അവർക്ക് ആനന്ദമാകുന്ന രീതിയിൽ വേണം നാം പ്രവർത്തിക്കാൻ. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രീതികളും ശൈലികളും ദഅവത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അന്യമതത്തിനായുള്ള ദഅവത്തിന് വേണ്ടി അവരുടെ ഭാഷ പഠിക്കുവാൻ വരെ സ്വഹാബത്തിനോട് കൽപ്പിച്ചു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഅല്ലമ ലഹു കിതാബു യഹൂദി. ജൂതന്മാരുടെ ഭാഷ പഠിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചു. ഇത് ആ പറഞ്ഞതിനൊരു തെളിവാണല്ലോ. പ്രബോധകൻ ഇതര മതഗ്രന്ഥങ്ങൾ പഠിക്കുകയും അവ ദഅവത്തിന് വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അവ ഉദ്ധരിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം വിലക്കുന്നില്ല. എതിരാളികളുടെ ആശയങ്ങൾ ഉദ്ധരിക്കുകയും അവ ഖണ്ഡിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ല, മറിച്ച് അത് ഖുർആനികമാണ്. ഇതര മതസ്ഥരോട് അംഗീകരിക്കേണ്ട ആശയങ്ങളിലേക്ക് കടന്നു വരുവാൻ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു. ഇതര മതസ്ഥരുടെ ന്യായവാദങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുവാനും ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു. മുൻ വേദഗ്രന്ഥങ്ങളുടെ അനുയായികൾ അവയിൽ കൈക്കടത്തലുകൾ നടത്തി വികലമാക്കിയതായി ഖുർആൻ പറയുന്നു. അന്തിമ പ്രവാചകനും സത്യദൂതനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റലാണ് മോക്ഷത്തിന്റെ മാർഗമെന്നും അദ്ദേഹത്തെ കുറിച്ച് സന്തോഷവാർ മുൻ വേദഗ്രന്ഥങ്ങളിൽ അറിയിച്ചതായും ഖുർആൻ പറയുന്നു. കൈക്കടത്തലുകൾക്ക് വിധേയമായ ഗ്രന്ഥങ്ങളുടെ ആശയങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുക വഴി ഖുർആൻ സംരക്ഷിക്കുകയാണെന്ന് ഖുർആൻ സ്വയം അവകാശപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂത ക്രിസ്ത്യാനികളോടും മക്ക മുശ്രിക്കുകളോടും സംവാദിച്ചിട്ടുണ്ട്. ഇതര മതസ്ഥരോട് നല്ല രീതിയിൽ സംവാദിക്കാൻ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നു. സഹാബത്തിന്റെ കൂട്ടത്തിലും താബിഈകളുടെ കൂട്ടത്തിലും മുൻ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലും ഇതര മതങ്ങളെ കുറിച്ച് അറിവുള്ളവരും ഗ്രന്ഥങ്ങൾ രചിച്ചവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നാം കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മുടെ ചിന്താശേഷിയെയും അറിവും കാഴ്ചപ്പാടും എത്തിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.